കേരളത്തിൽ യു.ഡി.എഫ് നേടിയ വൻ വിജയത്തിനു പിന്നാലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺഗ്രസിന്റെ നിർണായക ചർച്ചകൾ ദേശീയ നേതൃത്വത്തിന്റെ കൈകളിലേക്ക് പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ആവേശവും അനിശ്ചിതത്വവും സൃഷ്ടിച്ചിരിക്കുന്ന ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനു മുൻപ് മുൻ കെ.പി.സി.സി പ്രസിഡന്റുമാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായം തേടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചതോടെയാണ് രാഷ്ട്രീയ ചൂട് വീണ്ടും ഉയർന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ആശയവിനിമയങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി കാര്യത്തിൽ വ്യക്തതയുണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചയിൽ പ്രധാനമായും 3 ശക്തമായ ക്യാമ്പുകളാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ സജീവമായിരിക്കുന്നത്. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ എന്നീ നേതാക്കളെ ചുറ്റിപ്പറ്റിയാണ് രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാകുന്നത്. വിജയത്തിന്റെ രാഷ്ട്രീയ മുഖമായി ഉയർന്ന വി.ഡി. സതീശന്റെ ക്യാമ്പ് ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ജനവിധിയും എം.എൽ.എമാരുടെ പിന്തുണയും സതീശനൊപ്പമാണെന്നാണ് അവരുടെ വിലയിരുത്തൽ. കേരളത്തിലെ സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെയല്ലെന്നും നേരിട്ട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച 63 എം.എൽ.എമാരുള്ളപ്പോൾ പുറത്തുനിന്നുള്ളയൊരാളെ മുഖ്യമന്ത്രിയാക്കുന്നത് ജനവികാരത്തോട് വിരുദ്ധമാകുമെന്നും അവർ വാദിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു.ഡി.എഫ് ഘടകകക്ഷികളിൽ നിന്നുള്ള അനുകൂല പ്രതികരണങ്ങൾ സതീശൻ പക്ഷത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ഉയരുന്ന പിന്തുണയും അവർ ചൂണ്ടിക്കാണിക്കുന്നു. സതീശനെ മുഖ്യമന്ത്രിയാക്കാതെ മറ്റാരെയെങ്കിലും കൊണ്ടുവന്നാൽ ഉപതിരഞ്ഞെടുപ്പ് സാഹചര്യമുണ്ടാകുമെന്നും അത് ജനങ്ങളിൽ തെറ്റായ സന്ദേശമാകുമെന്നും ക്യാമ്പ് വിലയിരുത്തുന്നു. എം.എൽ.എമാരായ കെ.പി. നൌഷാദ് അലി, മുഹമ്മദ് ഷിയാസ് എന്നിവരുൾപ്പെടെയുള്ള യുവനേതാക്കൾ സതീശൻ അനുകൂലമായ അണിയറ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടിയുടെ യുവതലമുറയിൽ വലിയൊരു വിഭാഗം സതീശനൊപ്പമാണെന്നതും ഈ ക്യാമ്പിന്റെ പ്രധാന ശക്തിയായി കണക്കാക്കപ്പെടുന്നു. അതേസമയം കെ.സി. വേണുഗോപാൽ ക്യാമ്പ് തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളോടെയാണ് മുന്നോട്ടു പോകുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകളുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ വാദിക്കുന്നത്. കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ശക്തമായ ലോബിയിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും അവസാനമായി എം.എൽ.എമാരുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ രാഷ്ട്രീയ വിലയിരുത്തലുമാണ് നിർണായകമായതെന്നാണ് അവരുടെ നിലപാട്. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാലുണ്ടാകുന്ന ഉപതിരഞ്ഞെടുപ്പുകൾ യു.ഡി.എഫ് ഉറപ്പായും ജയിക്കുമെന്ന ആത്മവിശ്വാസവും ഈ ക്യാമ്പ് പ്രകടിപ്പിക്കുന്നു. ദേശീയ നേതൃത്വവുമായി ശക്തമായ ബന്ധവും സംഘടനാ തലത്തിലുള്ള സ്വാധീനവും വേണുഗോപാലിന്റെ പ്രധാന ശക്തികളായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ചില നേതാക്കളുടെ പിന്തുണയും വേണുഗോപാൽ പക്ഷത്തിന് കരുത്തേകുന്നുണ്ട്. സതീശൻ പക്ഷം ഹൈക്കമാൻഡിന്മേൽ സമ്മർദ്ദം സൃഷ്ടിക്കാനാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും പൊതുപ്രകടനങ്ങളും സംഘടിപ്പിക്കുന്നതെന്ന ആരോപണവും വേണുഗോപാൽ പക്ഷം ഉയർത്തുന്നു. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തെ സ്വാധീനിക്കാൻ വികാര രാഷ്ട്രീയം ഉപയോഗിക്കുകയാണെന്ന വിമർശനവും അവർ ഉന്നയിക്കുന്നു. ഇതിനിടയിൽ രമേശ് ചെന്നിത്തല ക്യാമ്പും ശക്തമായ നീക്കങ്ങളുമായി രംഗത്തുണ്ട്. ദീർഘകാല കോൺഗ്രസ് പ്രവർത്തന പരിചയവും സംഘടനാപരമായ അടിത്തറയും മുന്നിട്ടാണ് ചെന്നിത്തല പക്ഷം വാദിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് കാലത്ത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി നേതാക്കൾ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണെന്ന കാര്യം അവർ ഓർമ്മിപ്പിക്കുന്നു. വി.ഡി. സതീശനോ കെ.സി. വേണുഗോപാലിനോ കീഴിൽ രമേശ് ചെന്നിത്തലയെ മന്ത്രിയായി ഇരുത്തുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന രാഷ്ട്രീയ അനീതിയാകുമെന്നാണ് ഈ ക്യാമ്പിന്റെ ശക്തമായ വാദം. എല്ലാ കാലത്തും പാർട്ടിയുടെ അച്ചടക്കം നൽകിയ നേതാവാണ് രമേശ്. ഇപ്പോഴത്തെ ഫ്ലെക്സ് യുദ്ധങ്ങളിലും ഗ്രൂപ്പ് പോരുകളിൽ നിന്നും അകന്നുനിന്നുവെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എം.എൽ.എമാരായ അൻവർ സാദത്ത്, ജ്യോതികുമാർ ചമക്കല എന്നിവർ ചെന്നിത്തല ക്യാമ്പിന്റെ അണിയറ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾക്ക് ദേശീയ നേതൃത്വവും അതീവ പ്രാധാന്യമാണ് നൽകുന്നത്. കേരളത്തിൽ ലഭിച്ച ഈ ചരിത്രവിജയം തെറ്റായ തീരുമാനങ്ങളിലൂടെ ദുർബലമാകരുതെന്ന സൂക്ഷ്മത ഹൈക്കമാൻഡിനുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ, സാമുദായിക, സംഘടനാതല സമവാക്യങ്ങളെല്ലാം പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കേരള കോൺഗ്രസിന്റെ ഭാവി നിർണയിക്കുന്ന നിർണായക ഘട്ടമാണിതെന്നാണ്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന രീതി തന്നെ ഭാവിയിലെ പാർട്ടി ഐക്യത്തെയും ഭരണസ്ഥിരതയെയും സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ. ഒരു വിഭാഗത്തെ പൂർണ്ണമായി നിരാശപ്പെടുത്തുന്ന തീരുമാനമുണ്ടാകുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഭാവിയിലെ സംഘടനാ പ്രവർത്തനത്തിലും ഭരണത്തിലും ഉണ്ടാകാമെന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. മൊത്തത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് ഇപ്പോൾ വെറും വ്യക്തി തിരഞ്ഞെടുപ്പല്ല, മറിച്ച് കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയ ദിശ നിർണയിക്കുന്ന നിർണായക തീരുമാനമായി മാറിയിരിക്കുകയാണ്. ഡൽഹിയിൽ നടക്കുന്ന ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം കേരള രാഷ്ട്രീയത്തിലെ അടുത്ത അധ്യായം എഴുതും.